നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മുടെ +2 റെഗുലർ പഠിക്കുന്ന കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രാക്ടിക്കൽ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഉടൻ തന്നെ നിങ്ങളുടെ മോഡൽ എക്സാം എത്തും. നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ 1-2 മാസങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ടൈം പ്രാക്ടിക്കലിന്റെ പുറകെയായിരുന്നു. നിങ്ങൾ ഏറ്റവും പറ്റിയൊരു ചതി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ 1-2 മാസം നിങ്ങളുടെ പഠിത്തം എന്ന് പറഞ്ഞ തിയറി പഠിക്കേണ്ട സമയം ഫുള്ളേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുട്ടികൾ ഇതിനെ തോന്നുന്നതൊക്കെ മാറി പഠിച്ച് ചെയ്യുന്നവരുണ്ട്. എന്നാലും ഏകദേശം ഒരു 80% 90% സ്റ്റുഡൻസും പ്രാക്ടിക്കലിന്റെ പുറകെ പോയി തിയറി നന്നായിട്ട് പഠിക്കേണ്ട സമയം നന്നായിട്ട് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അതിന് പേര് ഇനി വരാൻ പോകുന്ന എക്സാമിന് അതിന്റെ കുഴപ്പങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ മോഡൽ എക്സാം 17-ാം തീയതിയാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഇതിനോടകം ഇനി നിങ്ങൾക്ക് ഫ്രീ ആകാത്ത പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ആവാത്ത കുട്ടികളും ഉണ്ട് എന്ന് പറയാം. ഇതിൻ്റെ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രാക്ടിക്കലിന്റെ ഇടയ്ക്ക് പ്രാക്ടിക്കൽ കഴിഞ്ഞ് നിങ്ങളുടെ മോഡൽ എക്സാമിന് കിട്ടുന്ന ഈ സമയത്തിനുള്ളിൽ മോഡൽ എക്സാമിന് വേണ്ടി ഒരിക്കലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ഒരിക്കലും പറ്റത്തില്ല. ഇനി എത്ര ശ്രമിച്ചാലും അത് നടന്നാൽ തന്നെ അത് ശരിയായിട്ടുള്ള രീതിയിൽ കൂടെ നടക്കില്ല. മീൻസ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ചാപ്റ്ററുകളും പഠിച്ച് ഒരിക്കലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മോഡൽ എക്സാമിനെ നേരിടാൻ പറ്റില്ലെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ മോഡൽ എക്സാമിനെ വലിയൊരു കാര്യമാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെ എക്സാമിന് ഈ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ കിട്ടും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉടൻ തന്നെ എത്തി നിങ്ങൾക്ക് പറയും. പഠിക്കേണ്ട കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ തരികയും ചെയ്യും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അതല്ല, നിങ്ങൾ മോഡൽ എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ഉടനെ അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഒന്ന് ഫ്രീ ആയല്ലോ, ഫ്രീ ആയവരുണ്ടല്ലോ, അവർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ പഠിക്കാനുള്ള ആ ദിവസങ്ങളെ ഒന്ന് നോക്കി എത്ര ദിവസം കിട്ടുമെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ആദ്യം പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ ഓരോ സബ്ജക്റ്റിന്റെയും ഏതാണ് ആദ്യം പഠിക്കേണ്ട സബ്ജക്റ്റ് എങ്ങനെയുള്ളത് കൃത്യമായിട്ടൊന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് പോകണം. ഒന്ന് ഇരിക്കണം, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇരുന്നിട്ട് നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനെയും ഒന്ന് എഴുതി നിങ്ങളുടെ എക്സാം എന്നാണ് എന്ന് അറിയണമല്ലോ. ഇപ്പൊ പബ്ലിക് എക്സാമിന്റെ ആണ്, മോഡൽ എക്സാം അല്ല. പബ്ലിക് എക്സാമിന്റെ ഡേറ്റുകളൊക്കെ നോക്കി, ഇപ്പൊ മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 6 ദിവസമൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഇച്ചിരി സാവകാശം കൊടുക്കാം അല്ലേ. അപ്പൊ അങ്ങനെ എല്ലാം നോക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക്, പിന്നെ ചിലർക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട്, ചിലർക്ക് ഈസി ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കി ഒരു ടൈം ടേബിൾ നിങ്ങളുടേതായിട്ടുള്ള ഫോം ചെയ്യണം, പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ളത്. നമ്മളിപ്പോൾ ജനറലായിട്ട് പറയുമ്പോൾ ആ കാര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് സബ്ജക്റ്റിന്റെ ഗ്യാപ്പിനനുസരിച്ച് ഇപ്പോൾ കിട്ടുന്ന സമയത്തിന് എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത് ഏകദേശം കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ കുറച്ച് പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ മോഡൽ എക്സാമിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള രീതിയിൽ കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോകണം. ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഓരോ ദിവസത്തെ സമയത്തിനെയും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കൃത്യമായിരിക്കണം. നിങ്ങൾ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് ഇത്രയും തീർത്തു, എന്നിട്ട് ഞാൻ കിടന്നുറങ്ങിയത്, എന്ത് സന്തോഷമായിട്ട് ഉറങ്ങും. അല്ലെങ്കിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇച്ചിരി ആത്മാർത്ഥതയുള്ളവർക്ക്, മീൻസ് വീട്ടുകാരുടെയും നിങ്ങൾ പഠിക്കുന്ന കോഴ്സിനോടൊക്കെ നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ അന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു ചെറിയൊരു കുറ്റബോധം മനസ്സിലുണ്ടാവും. ഞാൻ ഇത്രയും സമയം നഷ്ടപ്പെടുത്തിയല്ലോ എന്ന്. അതുകൊണ്ട് ഒരിക്കലും ഒരു ദിവസത്തെ ഇനിയും കിട്ടുന്ന സമയങ്ങൾ വളരെ നന്നായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മാക്സിമം കണ്ടന്റുകളെ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് തീരുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിലോട്ട് എഴുതി ഞാൻ എത്രയൊക്കെ തീർത്തു, ഏത് സബ്ജക്റ്റ് തീർത്തു, എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു ദിവസത്തെ അക്കൗണ്ട് കീപ്പ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ 10-20 ദിവസമല്ല, ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്കൊരു രൂപം കിട്ടും. ഈ രീതിയിൽ കൂടെ പോയാൽ എനിക്ക് എത്രമാത്രം തീർക്കാൻ പറ്റും. അങ്ങനെ പറ്റിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പിന്നുള്ള ദിവസങ്ങളെ ക്രമീകരിക്കാനും പറ്റും. ഇതൊക്കെയാണ് ഇന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മോഡൽ എക്സാം ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 17-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെയാണ് അല്ലെ. ഈ 17 തൊട്ട് ഈ 21 ദിവസത്തെ കാര്യം നിങ്ങളിപ്പോ എക്സാമിന് പോകുന്നുണ്ടാവും അല്ലേ. അപ്പൊ ആ ദിവസങ്ങളിൽ പോകുന്ന സമയത്ത് പോവുക. ബാക്കി ടൈം നമ്മൾ പഴയ പോലെ, മീൻസ് നമ്മുടെ ഈ 10 ദിവസത്തേക്കുള്ള രീതിയിൽ കൂടെ വേണം ഇതിനെ ക്രമീകരിക്കാൻ. ഓക്കെ, ഈ 17 തൊട്ട് 21 ഏകദേശം 5 ദിവസമുണ്ട്. ഈ 5 ദിവസത്തെ എല്ലാം കൂടെ ഒറ്റയടിക്കങ്ങ് തീർക്കുക നിങ്ങളുടെ
പരീക്ഷകളെല്ലാം കൂടെ. ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും പഠിച്ചിട്ട് എഴുതാനോ ഒന്ന് തയ്യാറെടുത്ത് പോകാനോ ഒന്നും പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഓർത്തുകൊണ്ട് ഏകദേശം എന്തൊക്കെയോ തീർത്ത് ആയി കഴിഞ്ഞാൽ ആകെ പ്രോബ്ലം ആവും. അതുകൊണ്ട് വളരെ സ്ലോയിൽ പിന്നെ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് തീർക്കുന്നതായിരിക്കും ബുദ്ധി. അങ്ങനെ ചെയ്താൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളെ അങ്ങോട്ട് എഴുതി വെച്ച് കൃത്യമായിട്ട്, അതല്ല നമ്മൾ ഒരു ജനറൽ ടൈം ടേബിൾ സ്റ്റഡി പ്ലാൻ ഉടൻ തന്നെ വരും. നിങ്ങളായിട്ട് നിങ്ങളുടെ സമയത്തിനെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പഠിക്കേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് രീതിയിൽ കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ദിവസങ്ങളെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഒരു ദിവസത്തെ നിങ്ങൾക്ക് പറ്റുന്ന സമയം നിങ്ങൾ ചെറിയ അനാവശ്യമായിട്ടുള്ള യാത്രകളും അനാവശ്യമായിട്ടുള്ള സംഭവങ്ങളിലോട്ടൊക്കെ ഇടപെടുന്നതും ഒക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്തിരി ഒന്ന് പതുക്കെ ഒന്ന് കുറച്ച് വരുന്നതും ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അതിൻ്റെയൊക്കെ സന്തോഷവും ആശ്വാസവും ഒക്കെ റിസൾട്ട് വരുമ്പോൾ കിട്ടും. അല്ല നിങ്ങൾ ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതേപോലെ തന്നെ തുടരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ നമുക്കൊരു നഷ്ടമായിട്ട് ഭവിക്കും. ഒരിക്കലും ഉണ്ടാവരുത്. അപ്പൊ എല്ലാവരും കിട്ടുന്ന സമയത്തിനെ മാക്സിമം യൂസ് ചെയ്യുക. പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യം എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ പഠിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് തീർക്കാനുണ്ട്. അതും പ്രത്യേകിച്ച് മാത്സ് ഫിസിക്സ് എന്തായാലും അപകടകാരികളാണ്. ഇവരെ രണ്ടുപേരെയും നിങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യണം. നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ മോഡൽ എക്സാമിനെ കുറിച്ച് ഉടനെ നിങ്ങൾ ഒരു വലിയ പ്രശ്നമായിട്ട് ചിന്തിക്കാതെ പബ്ലിക് എക്സാം ടാർഗറ്റ് ചെയ്ത് അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സ് നന്നായിട്ടുണ്ടാവട്ടെ, നന്നായിട്ട് പഠിച്ചു തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.